അസദ് സർക്കാരിനെ പുറത്താക്കി സിറിയയിൽ വിമതർ അധികാരത്തിൽ വന്നു. മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ രാജ്യം വീണ്ടും ആഭ്യന്തര കലാപത്തിൻ്റെ പിടിയിലാണ്. ആയിരക്കണക്കിന് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ നിർണായക പ്രഖ്യാപനം വന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മൗണ്ട് ഹെർമോൺ സന്ദർശിച്ചിരുന്നു. സിറിയയ്ക്കും ലെബനനിലും ഇടയിലുള്ള പ്രദേശമാണ് മൗണ്ട് ഹെർമോൺ. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് മേഖല സന്ദർശിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നടത്തിയത്. തെക്കൻ സിറിയയിൽ അനിശ്ചിതകാലം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തുടരുമെന്നാണ് കാറ്റ്സ് പ്രഖ്യാപിച്ചത്. വടക്കൻ മേഖലയെ ഭീകരരിൽ നിന്ന് രക്ഷിക്കാനായാണ് IDF സിറിയയുടെ തെക്കൻ മേഖലയിൽ തുടരുന്നതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. കാറ്റ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എല്ലാ ദിവസവും രാവിലെ ഡമസ്കസിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ജുലാനി കണ്ണു തുറക്കുമ്പോൾ ഹെർമോൺ പർവ്വതത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് IDF അദ്ദേഹത്തെ വീക്ഷിക്കുന്നത് അദ്ദേഹം കാണും. തെക്കൻ സിറിയയിലെ സുരക്ഷാ മേഖലകളിലുടനീളവും ഗോലാൻ ഗലീലി നിവാസികളെ അദ്ദേഹത്തിൻ്റെയും ജിഹാദി സുഹൃത്തുക്കളുടെയും ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ടെന്ന് ഓർമ്മിക്കുകയും ചെയ്യും. സിറിയയിൽ അനിശ്ചിതകാലം തുടരാൻ IDF തയ്യാറെടുക്കുകയാണ്. സുരക്ഷാ മേഖലയും ഹെർമോൺ പർവ്വതവും ഞങ്ങൾ കൈവശം വയ്ക്കും. തെക്കൻ സിറിയയിലെ മുഴുവൻ സുരക്ഷാ മേഖലയും സൈനികരഹിതമാക്കുകയും ആയുധങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യും. കൂടാതെ ഡ്രൂസ് മേഖലയുടെ സുരക്ഷയും ഞങ്ങൾ സംരക്ഷിക്കും. കഴിഞ്ഞ രാത്രി ഞങ്ങൾ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിച്ചു. തെക്കൻ സിറിയയിലെ 40-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരായ ഭീഷണികൾ തടയുന്നതിന് ഞങ്ങൾ പ്രഖ്യാപിച്ചതും മുന്നറിയിപ്പ് നൽകുകയുമായ നയം നടപ്പിലാക്കും, കാറ്റ്സ് പറഞ്ഞു. അതിനിടെ ഹെർമോൺ പർവ്വതത്തിൽ ഇസ്രായേൽ 2 മിലിറ്ററി പോസ്റ്റുകൾ സ്ഥാപിച്ചതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ മാധ്യമമായ ആർമി റേഡിയോയെ ഉദ്ധരിച്ചാണ് മിഡിൽ ഈസ്റ്റ് ഐയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ഡിസംബറിൽ ബഷർ അൽ അസദ് സർക്കാരിനെ പുറത്താക്കിയതിന് പിന്നാലെ സിറിയയിലെ ഗോലൻ കുന്നുകളിൽ ഇസ്രായേൽ അധിനിവേശം വ്യാപിച്ചിരുന്നു. സൈനികരെ പിൻവലിച്ച ബഫർ സോൺ പോലും ഇസ്രായേൽ പിടിച്ചെടുത്തു. സിറിയയുമായി ഇസ്രായേൽ ഒപ്പുവെച്ച 1979 കരാറിന് വിരുദ്ധമാണിത്. സിറിയയിൽ സർക്കാർ താഴെ വീണ അവസരം മുതലെടുത്ത് സിറിയയിൽ 100-ലധികം വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ, മിസൈൽ സിസ്റ്റംസ്, എയർ ഡിഫൻസ് ഇൻസ്റ്റലേഷൻസ് എന്നിവയെല്ലാം തകർത്തു. സിറിയയ്ക്കുള്ളിൽ 15 കിലോമീറ്റർ ഇസ്രായേൽ കടന്നുകയറിയെന്നും ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനികർ പിൻവാങ്ങിയ ഈ മേഖലയിൽ 40,000-ഓളം സിറിയക്കാർ താമസിക്കുന്നുണ്ട്. സിറിയയിലെ ആഭ്യന്തര കലാപത്തിൻ്റെ മറവിൽ അധിനിവേശവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണോ? ഈ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്.